ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ 2-3 ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ, തിങ്കൾ എന്നീ ദിവസത്തെ വിശേഷങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച പിന്നെ മോളും ഉമ്മയും നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാത്തൂൻ്റെ മോന് അബുദാബി പോകണമായതുകൊണ്ട് അവിടെ പോയത്. അപ്പോൾ ഒരു ദിവസം നിന്നിട്ട് മോള് പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നു. ഉമ്മ പിന്നെ വെള്ളിയും ശനിയും അവിടെ നിന്നിട്ട് ഞായറാഴ്ച രാവിലെ വന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പകലിൽ ഞാൻ തനിച്ചായിരുന്നു. പിന്നെ വ്യാഴാഴ്ച ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേ ലീവ് ആയതുകൊണ്ട് അന്നുണ്ടായിരുന്നു. എന്നിട്ട് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, ക്ലയൻസ് വിളിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കും. ചിലപ്പോൾ ഫാമിലി ഗ്രൂപ്പിലും ക്ലാസ്മേറ്റ് ഗ്രൂപ്പിലും പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് സംസാരിക്കുക. പിന്നെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തു. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ MyCV ആപ്പിൽ കയറിയിട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. പിന്നെ വൈകിട്ട് കുറച്ച് സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് ഇന്നലെ ഉഴുന്ന് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അരി വെള്ളത്തിലിട്ടിട്ട് രാത്രി അരച്ച് നോക്കുമ്പോൾ അരവ് കയറിയിട്ട് മാവ് ആകെ കേട് വന്ന് ഇന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഗോതമ്പ് നുറുക്കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി, ചോറും വെച്ചു, വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഇന്ന് കോരയാണ് കിട്ടിയത്. അപ്പോൾ അത് ഫ്രൈ ചെയ്തു. പപ്പടവും ഉണ്ട്. ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതാണ്. പിന്നെ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നാളെ മുതൽ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നലെ പിന്നെ ചിക്കൻ പാർട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ബൺമേറ്റ്, പിന്നെ മിനിഞ്ഞാന്ന് വേറെ പല ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അടുത്ത വീട്ടിലെ റസിയത്തിൻ്റെ മോളെ കല്യാണം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം 11-ാം തീയതി പരപ്പനങ്ങാടി PC ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഇൻഷാ അല്ലാഹ് അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇന്ന് അടുത്ത വീട്ടിലെ സാറാത്താൻ്റെ വീട്ടിൽ നിന്ന് കുറേ മൈസൂർ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഉള്ളത് ഇപ്പോൾ മുറ്റത്ത് അലക്കിയിട്ടിരിക്കുന്ന ഡോർമാറ്റ്. ഇതിൽ 4 ഡോർമാറ്റും വീടിരിക്കലിന് മേടിച്ചതാണ്. ഇപ്പോൾ 2 വർഷമായി ഡോർമാറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ 5 ഡോർമാറ്റാണ് ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡോർമാറ്റ്. ഇതിൽ ബ്ലാക്ക് കാണുന്ന ആ ഒരു ഡോർമാറ്റ് കഴിഞ്ഞ മാസം മേടിച്ചതാണ്. ബാക്കി 4നും യാരേന്ന് വീടിരിക്കലിന് മേടിച്ചതാണ്. ഈ 5 ഡോർമാറ്റും മേടിച്ചത് യാരിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ആ ചിക്കു കളറ്. അപ്പോൾ ആ കളറിൽ തന്നെ 4 മേടിച്ചതാണ്. 2 വർഷം യൂസ് ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല ഡോർമാറ്റാണ്. പിന്നെ ഇതെപ്പോഴും വാഷ് ചെയ്യുന്നൊരു ഡോർമാറ്റാണ്. യാതൊരു കംപ്ലൈൻറ്റും ഇതിന് വന്നിട്ടില്ല. പിന്നെ ഇന്നലെ ഇപ്പോൾ ചിക്കൻ പാർട്സ് കുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കിയിരുന്നു. അത് സ്റ്റാറ്റസ് വെച്ചിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ച് ചിക്കൻ കുക്ക് ചെയ്ത് അത് കണ്ടിട്ട് കുറേ ചിരിച്ച്, അങ്ങനെ ഫോണിലൂടെ ഞങ്ങൾ കുറേ ചിരിച്ച്. അതൊക്കെയായിരുന്നു ഇന്നലത്തെ മെയിൻ പരിപാടി. ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ. പിന്നെ വീട് വൃത്തിയാക്കി, വീടും മുറ്റൊക്കെ വൃത്തിയാക്കി, പിന്നെ കിച്ചണും ക്ലീനാക്കി, ഡോർമാറ്റൊക്കെ കഴുകിയിട്ട്
എല്ലതും ഒരു ദിവസം കഴുകിയിടാറില്ല, ഓരോ ദിവസവും ഓരോന്നൊക്കെയാണ് കഴുകിയിടാറ്. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകിയിട്ടതാണ്. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഈ ഒരു തോണി കണ്ടോ. ഈ തോണി ഞാനും മോളും മലപ്പുറത്ത് പോയി മടങ്ങി എത്തുന്ന ദിവസം വേങ്ങര അവിടെ ശ്രീ അമ്മാഞ്ചേരി ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണിൻ്റെ തോണി ഇങ്ങനെ വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് വൈറ്റ് ഫാബ്രിക് പെയിൻറ്റ് കൊടുത്ത് ഈ ഒരു പരുവത്തിലാക്കി. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലവർ ഇതിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ 2-3 ദിവസത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.